കർത്താവേദിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ ഡോക്ടർ നിന്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടത് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. പിന്നെ ദൈവം ഏലിയായോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇനി ഭാവി ജീവിതം ദൈവം അഡ്രസ് ചെയ്യുന്ന വിഷയം, ദൈവം നിരീക്ഷിക്കുന്ന വിഷയമാണ്. നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നും ചോദിക്കും. അതാണ് വിഷയം. എന്താണ് ചെയ്തത്, എന്ത് ചെയ്യുന്നു, ഈ എന്താ ദൈവം ചോദിക്കണത്? എന്താണ് നീ ചെയ്യാനിരിക്കുന്നത്? ഭാവി നീ എന്താണ് ചെയ്യാനിരിക്കുന്നത്? അത് മോശമായാലും നന്മയായാലും ദൈവം അത് ചെയ്യരുതെന്നും പറയത്തില്ല, ഒരു പ്രായം കഴിഞ്ഞാകണമെന്നും പറയത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ദൈവത്തിനെ ട്രെയിൻ ചെയ്യണ മനസ്സാക്ഷിയൊക്കെ തരുന്നതിനൊക്കെ ഒരു മിനിമം ടൈമുണ്ട്. നീ ഭാവിയിൽ നീ ജയിലിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ, വീട്ടിൽ നിനക്ക് വില പോയി കഴിയുമ്പോൾ, അയ്യോ ദൈവം എന്നെ നേരത്തെ ഓർപ്പിച്ചാൽ മതിയായിരുന്നല്ല, ഇത് ഒരു നിമിഷം വന്ന് അബദ്ധമായി പോയില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ പ്രായത്തിന് ആർജിക്കേണ്ട സാമാന്യ ബോധം നീ ആർജിച്ച് കാണും. പിന്നെ ഓരോ കാര്യത്തിനും വന്നിട്ട് പിന്നെ നീ ഇതെല്ലാം ആർജിച്ചിട്ട് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലും പിന്നെ ആ തെറ്റിൽ ഉറച്ചൊന്ന് ചെയ്യണമെങ്കിൽ കർത്താവ് പറയും അത് വേഗം ചെയ്ത് മാറ്റാൻ പറയും. അത്രയോട് ചെയ്ത് അല്ലാതെ ചെയ്യരുതെന്ന് പറയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ യൂദോസിനോട് പറയാമായിരുന്നു ഈശോട്, നീ ചെയ്യാൻ പാടില്ല കേട്ടാ ഇതെന്ന് പറഞ്ഞില്ല. ഇപ്പം ചെയ്യാതിരിക്കുന്ന കാര്യമാണ്, തെറ്റാണെങ്കിൽ ഈശോ പറയും വേഗം ചെയ്യാൻ പറയും. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാട്. അല്ല അവിടെ നിന്ന് ഓരോരുന്ന കാര്യത്തിൽ വന്ന് തിരുത്തത്തില്ല. യോഹന്നാൻ 13:27 എടുത്തേ. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? വേഗം ചെയ്യാൻ. വേഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലേ? പക്ഷേ ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. എല്ലാ ദുരന്തവും വേഗമായിരിക്കും. ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഡിപ്രഷനാണ്, ഭ്രാന്താണെന്നൊരു കാര്യമൊന്നുമില്ല. ദൈവം കൈവിട്ടവനെ ആരും ആത്മഹത്യ ചെയ്തില്ല. ഇപ്പം പുതിയ ശാസ്ത്രമൊക്കെ മനഃശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഓരോരോ എഴുതി തള്ളലില്ലേ? ഇത് ദൈവം തള്ളുവായത്. ബൈബിളിൽ ആത്മഹത്യ ചെയ്ത ആൾക്കാരെ എണ്ണം നോക്കിയേ, എല്ലാ എണ്ണന്മാരും ദൈവം കൈവിട്ട കക്ഷികളായിരിക്കും. ഇപ്പം നമ്മൾ പറയും അത് മാനസിക രോഗമാണ്, ഡിപ്രഷനാണ്, ഭയങ്കര സമ്മർദ്ദമാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ സമ്മർദ്ദമായി പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സമ്മർദ്ദ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷൻ അവിടെ പോയി. അപ്പം ദൈവം പ്രൊട്ടക്ട് ചെയ്തില്ലെന്നാണ്. ദൈവം എന്തുകൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്യാഞ്ഞത്? ദൈവം പ്രൊട്ടക്ട് ചെയ്യാഞ്ഞത് ദൈവത്തിന് അവിടെ ഓപ്ഷൻ ഇല്ല. ദൈവം കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ്. എന്നിട്ടും കർത്താവിനെ അയാൾ സ്വീകരിച്ചില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം. അതൊരു നിലപാടാണത്. അപ്പൊ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ തിന്മയാണ്, തിന്മയെങ്കിലും ദൈവത്തിന്റെ രീതി വേഗം ചെയ്ത് മാറ്റാനാണ്.
അല്ലാതെ മകനെ ചെയ്യല്ലേ മകനെ. കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമായാലും പറയും, കർത്താവ് പറയും വേഗം ചെയ്ത് മാറ്റാൻ പറയും. എന്താ കാര്യം? ആ സാത്താൻ അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു, സാത്താന് അവസരം കൊടുത്തു. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യസ് 4:27. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതാണ് വിഷയം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാര്യം അവനാണെങ്കിൽ അവസരം തിരക്കുന്ന കക്ഷിയാണ്. ആരെ വിഴുങ്ങണമെന്നറിയാൻ പത്രോസ് പറയുന്നുണ്ടല്ലോ. അത് 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പൊ ഈ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചുറ്റി നടന്ന് പകുതിയും വിഴുങ്ങി, സാത്താൻ അയാളെ വിഴുങ്ങിയ സ്ഥിതിക്ക് പിന്നെ ദൈവത്തിന് അയാളെ ആവശ്യമില്ല. അതാണ് ഈശോ പറയണത്, ചെയ്യാനുള്ളത് വേഗം ചെയ്യാം. അപ്പൊ ദൈവം നമ്മളെപ്പോഴും ഓർത്തേക്കണം, ഓരോരോ വിഷയത്തിൽ ദൈവം വന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്തെന്ന് പറയത്തില്ല. നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ബോധം തന്നെയാണ്. പിന്നെ ചെയ്യണ തെറ്റ് ശരി നിനക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇനി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. ഇങ്ങനെ കുറെ കാലം മനഃപൂർവ്വം വെട്ടിപ്പും തട്ടിപ്പും സമാധാനക്കെടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം തിരിച്ചു വരുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. കർത്താവിന്റെ നിലപാട് തന്നെ കണ്ടില്ല, ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ, ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ വേഗം ചെയ്ത് മാറാൻ പറ്റും. അങ്ങനെ യൂദാസ് പോയി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഭാവി കാലങ്ങളും ദൈവം നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഭാവി കാലങ്ങളിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം.